തണുപ്പുണ്ടോ? തണുപ്പുണ്ട്. വാവേ ഇവിടെ നോക്കി സൂപ്പർ ഗൈസ്. മകരവിളക്ക് സമയത്ത് ഇവിടെ നിന്നാൽ ശരിക്കും കാണാൻ പറ്റും. മകരവിളക്ക് കാണാൻ പറ്റും. ശരിക്കും പാഞ്ചാലിയുടെ പേര് അഞ്ജലി എന്നായിരിക്കും. ദ്രൗപദി. ദ്രൗപദി നിന്നും കണ്ടോ? കാരണം ഇവിടെ ഒരുപാട് സേഫാണ്. എന്തിനും മനസ്സിലായി. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, അവരുടെ അത്ര ലോങ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഭീമനാണ് പറക്കാൻ പോയിരുന്നത്. ഞാൻ മഹാഭാരതം പറഞ്ഞൊരു സീരിയലുണ്ട്, അതിൽ കണ്ടതാണ്. ഇവിടെ മൊത്തം മാവയാ കേട്ടോ. മാവയാന്ന് കണ്ടില്ലേ കുരിശ്. കപ്പിൾസിന് വരാൻ പറ്റുകയായിരുന്നു. കാരണം ഡിസ്റ്റർബൻസ് ഇല്ല, പോലീസുകാരില്ല, എന്താ പറയുക, നാട്ടുകാരുടെ ശല്യമില്ല. അങ്ങനെ എല്ലാവർക്കും വന്ന് പ്രണയിക്കാനും ഉല്ലസിക്കാനും മറ്റ് പല കാര്യങ്ങളും. ഇതാണ് പൊന്നമ്പലമേട് കേട്ടോ. ശബരിമലയിൽ മറ്റേ ഇത് അത് കറക്റ്റ് പറയുകയാണെങ്കിൽ മൊഴികൾ നൽകി ദേവി തമിഴകമാലേ ശൃംഗാരനാഥ. ഹായ് 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 മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ എവിടെയാ വാവേ? നമ്മളിന്ന് പാഞ്ചാലിമേടാണ് ഗൈസ്. പാഞ്ചാലിമേട് അത് പുരുവെയിലത്ത്. ഇടുക്കിയിൽ നിന്നല്ല, കേരളത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ അല്ലേ പ്രത്യേകിച്ച് നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ഐതിഹ്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് കറക്റ്റ് നമുക്കറിയത്തില്ല. ഈ പഞ്ചപാണ്ഡവരും അതുപോലെ തന്നെ പാഞ്ചാലിയും വിശ്രമിച്ച ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മകരവിളക്ക് സമയത്ത് ഇവിടെ നിന്നാൽ ശരിക്കും കാണാൻ പറ്റും. മകരവിളക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ വലിയൊരു മലയുടെ മുകളിലാണ്. ഇപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കയ്യിലാണ് നമ്മുടെ പാഞ്ചാലിമേട്. പക്ഷെ എന്നാലും കണ്ടിരിക്കണ്ടേ നമ്മൾ അല്ലേ, തീർച്ചയായിട്ടും കണ്ടിരിക്കണ്ടേ. നല്ല സെറ്റപ്പായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നോക്കി കല്ലൊക്കെ പാകി രണ്ട് സൈഡിലും കണ്ടോ. ആനയുടെ തുമ്പിക്കുന്നൊക്കെ വെള്ളം നോക്കാല്ലേ. തുമ്പിക്കുന്ന വെള്ളം എനിക്കൊന്നും എടുക്കണമായിരുന്നു. ആണോ? എന്ന് ചെല്ലു പാവേ. എന്താ വെയിലറിയോ ഇവിടെ സമയമായത് കൊണ്ടാണ്. ഓ സൂപ്പർ കേട്ടോ. തുമ്പിക്കുന്ന വെള്ളം വരും. വീടല്ലേ സ്ലിപ്പാവല്ലേ. നല്ല മഴക്കലുണ്ട്. നല്ല വെള്ളമാണോ നോക്കി. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. അതല്ലേ അടിപൊളിയാ. നല്ല മഴക്ക് ശ്രദ്ധിക്കണം. നമുക്ക് ഏതൊക്കെയാണ് ഈ പടിക്കൂടെ ഒന്ന് മേളിലോട്ട് കയറാം അല്ലേ? അടിപൊളി. നമുക്ക് നേരെ മേളിലോട്ട് കയറാം. അടിപൊളി. ഓടി വാവേ ഇവിടെ നോക്കി ഒരു രക്ഷയുണ്ട്. നോക്കി സൂപ്പർ ഗൈസ്. നമുക്ക് ഭയങ്കര കാഴ്ചയാണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ശ്രീകാരനോട്. ഈ പാഞ്ചാലി എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേരെന്താണ്? പാഞ്ചാലി എന്ന് പറയുന്ന യഥാർത്ഥ പേര് പാഞ്ചാലി ഒരിക്കലല്ല. പിന്നെന്താ? അതായത് പാണ്ഡവന്മാർ 5 ആൾക്കാരെ കല്യാണം കഴിച്ചപ്പോഴാണ് പാഞ്ചാലിക്ക് പാഞ്ചാലി എന്ന് പേര്. അങ്ങനെ മനസ്സിലായി. 5 പേരെ കല്യാണം കഴിച്ചപ്പോ. അങ്ങനെയാണ്. ശരിക്കും പാഞ്ചാലിയുടെ പേരെന്താ അറിയോ? അഞ്ജലി എന്നായിരിക്കും. ദ്രൗപദി. തീയിൽ നിന്നും ഉണ്ടായതാണ് പാഞ്ചാലി. ദ്രൗപദി. അപ്പൊ അങ്ങനെയാണ്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചാൽ. അങ്ങനെയാണല്ലേ. പാഞ്ചാലിക്ക് പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയായിരുന്നു? ഏറ്റവും ഇഷ്ടമാണ് അർജുനൻ. എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പാഞ്ചാലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭർത്താവ് ആരെയെന്ന് പറയാം? 5 പേരിൽ അല്ല, പാഞ്ചാലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള് ഭീമനായിരുന്നു. ഭീമന് പാഞ്ചാലി ജീവനായിരുന്നു. അങ്ങനെ ആയിരിക്കണം ഭർത്താക്കന്മാര്. അല്ലാതെ അത് കല്യാണ സൗഗന്ധികമായൊരു പുഷ്പമുണ്ട്, അത് പാഞ്ചാലിക്ക് വേണമെന്നുണ്ട്. അത് ഭീമനാണ് പറിക്കാൻ പോയിരുന്നത്. എനിക്കറിയാം. ഞാൻ മഹാഭാരതം പറഞ്ഞൊരു സീരിയലുണ്ട്, അതിൽ കണ്ടതാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ അല്ലേ. കാണേണ്ട കാഴ്ച. നമുക്ക് നോക്കുന്നത് എന്തൊക്കെയാണ്. ഇത് കണ്ടോ, ഫുള്ള് കല്ലുകൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല സുഖം. സ്റ്റെപ്പൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് മറ്റേ ഇതില്ലേ പോസുകളൊക്കെ ചെയ്യാൻ പറ്റും. ശരി, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത മേച്ചിൽപ്പുറങ്ങൾ തേടി നമുക്ക് പോലെ. ഓക്കെ. നല്ല എന്താ പറയാ, ഈ ഉച്ച സമയത്താണ് വരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു കൊടയോ തൊപ്പിയോ എന്തെങ്കിലും എടുത്തിട്ടാണ് വരാല്ലേ. നല്ല കട്ട വെയിലല്ലേ, രക്ഷയില്ല. അടിപൊളി വെയില്. പക്ഷെ
ഉച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. വൈകുന്നേരം നല്ല രസമുണ്ടാവും. ഓടി ഓടി കയറേണ്ട അവസ്ഥ. ഇതിന്റെ മുകളിൽ എന്താണെന്ന് കാണാനുള്ള ഒരു ആക്രാന്തം എനിക്കുണ്ട്. വല്ലതും ഉണ്ടോ ഇതിന്റെ മുകളിൽ? ഇവർക്ക് എപ്പോഴും ആക്രാന്തം ഉള്ളു ഗൈസ്, എപ്പോഴും 24 മണിക്കൂർ. അത് ഭക്ഷണത്തിനോടത് എല്ലാത്തിനോടും. മാവേ, ഇവിടെ മൊത്തം മാവയാ കേട്ടോ. മാവയാന്ന് കണ്ടില്ലേ കുരിശ്. അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാവേ മാവേ, ഓ അലവലാതി മാവേ, അലവലാതി മാവേ, അങ്ങോട്ട് നോക്കി. പിന്നെ ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. പക്ഷെ കപ്പിൾസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കപ്പിൾസ് ആണോന്നൊന്നും അറിയത്തില്ല. പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ അതല്ല കണ്ടോ, കാരണം ഇവിടെ ഒരുപാട് സേഫാണ്. എന്തിനും എന്തിനും മനസ്സിലായി. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. അങ്ങോട്ട് നോക്കി കണ്ടോ, കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, അവരുടെ അത്ര ലോങ് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. അങ്ങേ അറ്റത്ത് കണ്ടോ, അവിടെ വേറെ ഇതുണ്ട്. അവിടെ കണ്ടോ മടി കിടക്കുന്നുണ്ടോ. കാരണം പ്രണയിക്കാൻ ആരെയും പേടിക്കാതെ പ്രണയിക്കാനും മറ്റു പല കാര്യങ്ങൾ നടപ്പിലാക്കാനും. എനിക്കൊരു കാര്യം പറയാം. ഇന്ന് ഇയാള് ഈ ദുഷ്ടൻ എന്നെയും കൊണ്ട് വന്നു ഭാര്യയായിട്ട്. ഇതിന് മുന്നേ ഇയാള് ആരെ കൊണ്ടുവന്ന് എനിക്കറിയാം. അതൊക്കെ പറയുന്ന മോശമല്ലേ. അപ്പം അത് പോട്ടെ. അപ്പം എന്നാലും അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ട നോക്കിയേ പാവേ. ഇതാണ് പൊന്നമ്പലമേട് കേട്ടോ. ശബരിമലയിൽ ഇത് പറ്റത്തില്ലേ? അത് കറക്റ്റ് പറയുകയാണെങ്കിൽ മകരജ്യോതി തെളിയുന്ന എവിടെയാ അറിയോ? വേണ്ട അവിടെ കണ്ടോ, കണ്ടോ അവിടെ, അതാണെന്ന് തോന്നുന്നു. അവിടെ എങ്ങാണ്ട. നമ്മൾക്ക് ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് 25 രൂപയാണ് അല്ലേ? 25 രൂപയ്ക്ക് നമ്മളിവിടെ കയറിയിട്ട് KTDC നമുക്ക് ആ ടിക്കറ്റൊക്കെ ഉണ്ട്. പാഞ്ചാലിമേട് ഭയങ്കര പേര് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർക്കുന്ന ഒത്തിരി വേറെ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ആകപ്പാടെ അവിടെ ഒരു റോപ്പ് വേ ഉണ്ടല്ലേ, അങ്ങനെ ഒരു സംവിധാനമുണ്ട്. പിന്നെ ഇതുപോലെ ഇതുണ്ടോ, ഈ കൽമണ്ഡപം പോലെ അല്ലേ? കൽമണ്ഡപം പോലെ അല്ല, കൽമണ്ഡപം പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുറച്ച് വ്യൂ കാണാൻ പറ്റും. ഇതല്ലാതെ പ്രത്യേകിച്ച് കപ്പിൾസിന് വരാൻ പറ്റിയ ഏരിയയാണ്. കാരണം ഡിസ്റ്റർബൻസ് ഇല്ല, പോലീസുകാരില്ല, എന്താ പറയുക, നാട്ടുകാരുടെ ശല്യമില്ല. അങ്ങനെ എല്ലാവർക്കും വന്ന് പ്രണയിക്കാനും ഉല്ലസിക്കാനും മറ്റ് പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വന്ന് കവിത എഴുതാനും പാട്ട് പാടാനും അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങൾ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നതല്ല. നിനക്ക് എപ്പോഴും ചിന്താതി വേറെ അല്ലേ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മഞ്ഞുമൽ ബോയ്സ് കണ്ടതാണോ? മഞ്ഞുമൽ ബോയ്സ് കണ്ടാണ്. മഞ്ഞുമൽ ബോയ്സില് മറ്റേ ഡെവിൾസ് കിച്ചണിലോട്ട് നീരജ് അല്ലേ പേര്? ഇത് ഗുണാകേവിലോട്ട് ചാടിയില്ലേ നീരജ്? നീരജല്ലേ ചാടിയത്? ശ്രീനാഥ് ബാസി. രണ്ടുപേരെപ്പോഴും ചാടില്ലേ? ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോയി. ഞാനാണ് അറിയാതെ ചാടിയത്. ഈ ശ്രീയേട്ടൻ എന്ത് ചെയ്യും? ഞാൻ അറിയാതെ ചാടിപ്പോയി. എന്ത് ചെയ്യും? എന്റെ ഭാവി അതിനകത്ത് വീണല്ലോ. മറ്റേ ഗുണാകേവിലോട്ട് വീണു. എന്ത് ചെയ്യും പറയൂ, എനിക്കിത് അറിയണം. പറയാൻ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ആ ഡെവിൾസ് കിച്ചൺ ഗുണാകേവിലോട്ട് ചാടിയ ശ്രീയേട്ടൻ എന്ത് ചെയ്യും? അതിനകത്ത് 13 പേര് പോയിട്ടുണ്ട്. അവരെ നോക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നേ, മനസ്സിലായോ? ആയിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്യാ, നോക്കണ്ട നോക്കും, അത്രേ ഉള്ളൂ. എന്റെ ജീവനൊരു വാല്യൂ ഇല്ല നിങ്ങൾക്ക്. ഭാവി അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യാ? അതോ അത് അത്ര കൂട്ടുകാരന്മാർക്കേ അത്ര ഇതായിരുന്നു അവനോട്. അത് കൂട്ടുകാരല്ലേ, ഇത് ഭാര്യയല്ലേ. ഇതന്നെ നമുക്ക് കൽമണ്ഡപത്തിൽ സ്ഥലം കിട്ടി കേട്ടോ. കാരണം എന്നാന്നറിയോ? ഹലോ രണ്ടു എക്കോ ഉണ്ടോ? ഹലോ അല്ലേ? 1 2 ആവേ ഒരു ഡാൻസ് കളിച്ച് ഞാൻ പാട്ട് പാടാം. അതൊന്നുമില്ല, സ്പോട്ടായിരിക്കണം, മനസ്സിലായോ? സ്പോട്ട് കൊറിയോഗ്രാഫി. ഓക്കെ, പിച്ച് ചെയ്ത് വേണം. സിയിൽ വേണോ അതോ ഡിയിൽ വേണോ? ഭാഗ്യം. പാട്ടിനെ പറ്റി ഇവൾക്ക് അറിയത്തില്ലാത്ത വളരെ.
റെഡി ഉണ്ടല്ലേ? റെഡി? അങ്കണമാ മൗലിമണി തിങ്കളാഴ്ച ചാരൂശീലേ നാഗവള്ളി മനോഹരി രാമനാഥൻ മൊഴികൾ നൽകി ദേവി തമിഴകമാലെ ശൃംഗാരനാഥനും ചാടിക്കഴിഞ്ഞാൽ ഉരുണ്ടു കണ്ടു ശരിക്കും രസമുണ്ടല്ലേ ബാബേ? നല്ല രസമുണ്ട്. കിടിലൻ സ്ഥലം, കിടിലൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഈ പൈസ കൊടുത്ത് 50 രൂപ കൊടുത്ത് ഇവിടെ കയറാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണൊരു ഡൗട്ട്. നല്ല കുഴപ്പമൊന്നുമില്ല. നല്ല അതായത് ഞാൻ പറഞ്ഞല്ലോ കപ്പിൾസിന് സത്യം പറഞ്ഞാൽ വേറെ എന്നാ അറിയോ ബാവേ, ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് കേട്ടോ. ശരി, എനിക്ക് തോന്നുന്നത് ഇവിടെ കാണാൻ അല്ലായിരിക്കും, ഇവിടെ വന്ന് കാം ക്വയറ്റ് ആയിട്ട് കുറച്ച് നേരം വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? നമ്മൾ സത്യം പറഞ്ഞാല് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണിത്. അപ്പോൾ വരുന്ന വഴിയിലാണ് ഇത് ഇങ്ങോട്ട് കയറിയത്. ശരിക്കും നമ്മൾ ഇതിനായിട്ട് വന്നതല്ല ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നുമില്ല, നമുക്ക് വെച്ചേക്കാം. അല്ലേ ബോറിംഗ് അതെ. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും മാത്രം ഇല്ലെങ്കിലും എന്നാലും ജസ്റ്റ് ഒന്ന് കാം ക്വയറ്റായിട്ട് എന്താ പറയാ, അടിച്ച് പൊളിച്ച് കുറച്ച് നേരം ഇവിടെ വന്ന് വിശ്രമിക്കാൻ. ഇതുണ്ട് ഈ കൽമണ്ഡപത്തിലൊക്കെ ഇരുന്ന് വിശ്രമിക്കാൻ അല്ലേ? ഇവിടെ നല്ല രസമാണ്, തണുപ്പുണ്ട്. വെളിയോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വെയിലും അല്ലേ? നല്ല വെയിലും. നോക്കി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. പിന്നെ നമുക്ക് കുറെയൊക്കെ സമാധാനത്തോടെ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് മലന്റെ മുകൾക്ക് ഇങ്ങനെ നോക്കണം. അന്നേരം സങ്കടം മാറുന്നു എനിക്ക് തോന്നുന്നത്. ഒരു കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി നമ്മുടെ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒന്നും മറക്കരുത്. കമന്റ് കുറേ ആയി ഇത് പറഞ്ഞിട്ട്.